ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ കൊച്ച് നന്ദൂട്ടനെ കാണാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. നിർമ്മൽ പുറത്തേക്ക് പോയി. നളിനിയാണെങ്കിൽ എന്താ എന്താ നന്ദ ഡോക്ടറെ എന്ന് ചോദിച്ചാൽ അടുത്ത് ഇങ്ങനെ നിൽക്കുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പം നന്ദ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ആ സമയത്താണെങ്കിലും നന്ദ കണ്ട കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയാണ്. പിങ്കി ഗൗതത്തിൻ്റെ കയ്യിൽ ഉമ്മ വെച്ചുകൊണ്ടിരുന്നതും അതുപോലെ നന്ദൂട്ടനെ ഓടി വന്നപ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് നന്ദ അവിടെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ ഗൗതമാണെങ്കിൽ അവിടെ റൂമിൽ ആകെ ഇതായിട്ടിരിക്കുവാണ്. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് നിന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ച് അപ്പോഴാണ് നമ്മുടെ ഗൗരി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്കിളെ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആ കൊച്ചിനെ കണ്ടപ്പോഴത്തേക്കും ഗൗതത്തിന് ഭയങ്കര കലിപ്പ്. അങ്കിളെന്താ മിണ്ടാത്തത് എന്ന് ഗൗരി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഗൗരി എന്ന് പറഞ്ഞപ്പോൾ നന്ദൂട്ടൻ ഓടി അങ്ങോട്ടേക്ക് വന്നു. ഗൗതത്തിന് ഈ കൊച്ചിനുള്ള കലിപ്പ. അപ്പോൾ ഗൗരി എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു. അപ്പം നളിഞ്ഞാൻ്റിയുടെ കൂടെ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു. ഇതാണ് മോനെ നിന്റെ ഗൗരി, ഡോക്ടർ ആൻറ്റിയുടെ മോള്. അപ്പം ഇതാണെന്ന് നന്ദൂട്ടൻ പറഞ്ഞു. മോളുടെ അമ്മയോട് എൻ്റെ വക ഒരു ബിഗ് താങ്ക്സ് പറയണം കേട്ടോ ഒന്ന് പിങ്കി പറയാം, നന്ദുവിൻ്റെ പപ്പയെ രക്ഷിച്ചതിനെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗൗതം ഇങ്ങനെ പിങ്കിയെ നോക്കുക. അത് ആൻറ്റി നേരിട്ട് അമ്മയോട് പറഞ്ഞോ, അമ്മ പുറത്തുണ്ടെന്ന് പറഞ്ഞു. ആണോ, ദേ എങ്കിൽ പിന്നെ ഞാനത് പറയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഗൗതത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ. ഗൗതം ഇങ്ങനെ പല്ലുറുമി പിടിച്ചിങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ പിങ്കി ആണെങ്കിൽ പറയാൻ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗൗതത്തിന് ഭയങ്കര ദേഷ്യമാണെന്ന് പിങ്കിക്ക് മനസ്സിലായി. പിങ്കി അന്നേരത്തേക്കും ഇങ്ങനെ ഗൗതത്തിനെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗൗതത്തിന് വേദന എടുക്കാൻ തുടങ്ങി. വേഗം ഗൗതം എന്തു പറ്റിയെന്ന് ചോദിച്ചു. പിങ്കി ഓടിച്ചെന്നു. വേദനിക്കുന്നുണ്ടോ? ഇങ്ങനെ ചാരി ഇരിക്കേണ്ട, അതേ വെള്ളം കുടിക്കുക, എന്നിട്ട് കിടക്കാൻ പറഞ്ഞു പിങ്കി. അപ്പം എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഗൗതം ദേഷ്യപ്പെടുക. അപ്പം എന്താ ഗൗതം എന്താ പറ്റിയേ എന്ന് പിങ്കി ചോദിക്കുന്നുണ്ട്. ഗൗതം ഒന്നും മിണ്ടുന്നില്ല. ഈശ്വര നല്ല വേദന ഉണ്ടെന്ന് തോന്നി വെള്ളം കുടിക്കുന്നു പറഞ്ഞു പിങ്കി ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഗൗതം ഇരിക്കുക. അപ്പം വേണ്ടാന്നോ, ദേ ഗൗതം അങ്ങോട്ടേക്ക് കിടക്കാൻ പറഞ്ഞു. വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ദേഷ്യപ്പെടുന്നു. അപ്പോൾ എല്ലാം വേദന കൂടുക. ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും, മോൾ ആ ഡോക്ടർ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൂട്ടൻ അങ്ങോട്ടേക്ക് പോണു. അപ്പം ഈശ്വര പെട്ടെന്ന് ഇപ്പം എന്താ ചെയ്യുക എന്നും ചോദിച്ചുകൊണ്ട് പിങ്കി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു ഗൗതത്തിന് ഇത് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പം അമ്മയെ വിളിക്കണോ ആൻറ്റി എന്ന് ഗൗരി ചോദിക്കുമ്പോൾ അമ്മളുടെ അമ്മ എന്തെന്ന് ചോദിച്ചു പിങ്കി. അപ്പോൾ പുറത്തുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ബാ ആൻറ്റിയും വരാം, നമുക്ക് പോയി വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗൗരിയെയും കൂട്ടിക്കൊണ്ട് പിങ്കി അങ്ങോട്ടേക്ക് പോയി. ഗൗതം ഇവിടെ വേദന എടുത്ത് ഒട്ടും വയ്യാതെ അവിടെ അങ്ങനെ ഇരിക്കുക. ഭയങ്കരമായിട്ട് വേദന കടിച്ചമർത്താനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ആ സമയത്ത് പിങ്കി കൊച്ചുമായിട്ട് ഓടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നന്ദൂട്ടനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദ വരുന്നു. അവർ രണ്ടുപേരും പരസ്പരം കണ്ടു. പിങ്കിയും നന്ദയും പരസ്പരം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തെന്നുള്ള ഒരിതാണ്. ഗൗരി അന്തം വിട്ട് നിൽക്കുന്നു, നന്ദൂട്ടൻ അന്തം വിട്ട് നിൽക്കുന്നു. പിങ്കി ആണെങ്കിൽ തളർന്ന് ഇങ്ങോട്ടേക്ക് ചെല്ലുക. നന്ദയെ കണ്ടിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. നന്ദ നോക്കുമ്പോൾ എന്താ പിങ്കിയുടെ നെറുകയിൽ സിന്ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. താലിമാലയിൽ താലിയും കിടപ്പുണ്ട്. ഇത് കണ്ട് നന്ദ ഇങ്ങനെ അന്തം വിട്ട് പിങ്കിയെ നോക്കുക കേട്ടോ. ഒരിക്കലും പിങ്കിക്ക് നന്ദയെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നന്ദയ്ക്ക് പിങ്കിയെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒടുവിൽ നീ നേടിയല്ലേ എന്നിങ്ങനെ നന്ദ ചോദിക്കുക. അപ്പം നന്ദ എന്നും പറഞ്ഞിങ്ങനെ പിങ്കി വിളിക്കണു. പിങ്കിക്ക് ഇത് പറയണമെന്നറിയില്ല. പിങ്കി ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക. അങ്ങനെ ആകെ തളർന്നിങ്ങനെ നിൽക്കുന്നു പിങ്കി. പക്ഷെ നന്ദ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നന്ദയ്ക്ക് ആ ഒരു ധൈര്യം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ നന്ദ അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ പിങ്കിയുടെ ജീവിതം ഇനി എന്താവുമെന്ന് ഓർത്ത് പിങ്കി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അങ്ങനെ നന്ദയും പിങ്കിയും നേരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ താലി ഇനി അത് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി പിങ്കി ഇങ്ങനെ താലിച്ചരടും പിടിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നന്ദ അകത്ത് കയറി ചെന്ന് മുറിവിൽ മരുന്നും കാര്യങ്ങളൊക്കെ വെക്കുന്നു. ഇത് കണ്ട് പിങ്കി നിസ്സഹായമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം നന്ദു നമുക്ക് കളിക്കാമെന്നും പറഞ്ഞ് ഗൗരിയും നന്ദൂട്ടനും കൂടെ പുറത്തേക്ക് പോയി കളിക്കാനായിട്ട്. ഈ സമയത്ത് ഗൗതം നന്ദയുടെ നേരെ പോലും നോക്കുന്നില്ല. നന്ദയാണെങ്കിൽ ഗൗതത്തിന് മൈൻഡ് ചെയ്യുന്നില്ല, മരുന്നൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഗൗതമാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് പിങ്കി അവിടെ നിന്ന് പണ്ട് നടന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുവാണ്. അങ്ങനെ നന്ദ പിങ്കിയോട് കാണിച്ച ആ ഒരു സ്നേഹം, കഴിപ്പിച്ചത്, കുടിപ്പിച്ചത്, ഇതെല്ലാം ഇങ്ങനെ ആലോചിക്കുക കേട്ടോ നമ്മുടെ പിങ്കി. അപ്പോൾ നന്ദ എന്നിട്ട് പിങ്കിയോട് ചോദിക്കുവാണ്, ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഇങ്ങനെ മുറിവിന് ഇതൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്നുള്ളത്. നിങ്ങൾ വേണ്ടേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ? ഉറക്കത്തിൽ പോലും ചെറുപ്പം തിരിയുമ്പോൾ മുറിവ് താങ്ങാനൊക്കെ സാധ്യതയുണ്ടെന്ന് നന്ദ പിങ്കിയോട് പറയുക. ഗൗതം ഒന്ന് കേട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഭർത്താവിനൊരാപത്ത് വന്നാൽ കൂടെ നിന്ന് നോക്കുകയാണ് വേണ്ടത്. ഭാര്യയുടെ കടമ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് നന്ദ ഇങ്ങനെ പിങ്കിയോട് പറയുമ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ അന്തം വിട്ടു. പിങ്കിയും അതുപോലെ തന്നെ. ഇനിയിപ്പോൾ ഫാമിലി ഒക്കെ എത്തിയ സ്ഥിതിക്ക് വല്ല ആവശ്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നും ഇല്ല എന്നും പറഞ്ഞു നന്ദ ഇങ്ങനെ വളരെ കാഷ്വലായിട്ട് തന്നെ സംസാരിച്ചിട്ട്
അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക. നന്ദ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതവും പിങ്കിയും കൂടി അവിടെ ഇരിക്കുക കേട്ടോ. ഗൗതമാണെങ്കിൽ പിങ്കിയുടെ നേരെ പോലും നോക്കുന്നില്ല. നന്ദ തന്നെയായിരുന്നു ഡോക്ടർ എന്ന് ഗൗതത്തിനോട് പറയായിരുന്നു എന്ന് പറഞ്ഞു പിങ്കി. പറയാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് പറയാത്തത് എന്ന് ഗൗതം പറയുക പിങ്കിയോട്. അല്ലെങ്കിൽ തന്നെ മോനെ ചികിത്സിക്കുന്ന ഡോക്ടർ നന്ദയെന്നോ മീരയെന്നോ ഗോപികയെന്നോ എന്തോ ആയിക്കോട്ടെ, അതിനല്ല ഇവിടെ ഇപ്പൊ പ്രസക്തി ഉള്ളതെന്നും ട്രീറ്റ്മെന്റ് നന്നാവണം അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഗൗതം ഇങ്ങനെ പിങ്കിയോട് പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴും പിങ്കിയുടെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുക കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ പിങ്കിയുടെ ആ ഒരു ഇതൊക്കെ കണ്ട് നമ്മുടെ മനസ്സുരുകി ഇങ്ങനെ ഇരിക്കുവാണ് നന്ദ. അത് അവരുടെ മുന്നിൽ നന്ദ കാണിക്കുന്നില്ല. ഈ സമയത്ത് ഗൗരി നന്ദോട്ടനെ കളിക്കാനായിട്ട് വിളിക്കുക. അപ്പം നമുക്ക് അകത്ത് പോയി കളിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് കളിക്കാനായിട്ട് പോകാൻ തുടങ്ങുക. അപ്പോൾ അതെ നിർമ്മൽ അങ്ങോട്ടേക്ക് കയറി വന്നു. അപ്പം നിർമ്മൽ വന്നപ്പോൾ നിർമ്മൽ ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചു. കുട്ടികൾക്ക് 2 ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു നിർമ്മൽ നന്ദയോട്. നിർമ്മലിന് പിങ്കിയെ ഫേസ് ചെയ്യാൻ മടിയാണല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം നന്ദ അപ്പോൾ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം നന്ദ താനിതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നുടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു നന്ദ നമ്മുടെ നിർമ്മലിനോട്. നേർക്ക് നേരെ കണ്ടപ്പോൾ ചങ്ക് പൊട്ടുന്നുണ്ട് എനിക്കെന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ പറയുക. പക്ഷേ ഇതൊരു വിധിയാണ് നിർമ്മലെന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ, അല്ല നളിനി ചേച്ചിക്ക് അറിയില്ലേ ഗൗതമേട്ടൻ ഗൗരിയുടെ അച്ഛനാണെന്ന്? ഇല്ല, അറിയില്ല. മോളുടെ അച്ഛൻ നാട്ടിലുള്ള ഒരു IPS-കാരനാണെന്നുള്ള കാര്യം അറിയാം, വേറൊന്നും അറിയില്ല. ഗൗതം സാറാണ് എന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര ഇതായി നിർമ്മലിന്. അപ്പം നന്ദുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നതോടെ അവസാനിക്കാനുള്ള ഒരു ബന്ധമാണിതെന്ന കാര്യം നന്ദ ഇങ്ങനെ പറയുക. എല്ലാം അവസാനിക്കും, എന്നേക്കുമായി അവസാനിക്കുമെന്നും നന്ദ ഇങ്ങനെ പറയുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിർമ്മലും ആകെ വല്ലാതെയായി. ഐസ്ക്രീമൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാകുമെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. അപ്പോഴേക്കും കുട്ടികൾ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങളിത് എവിടെയായിരുന്നു? അങ്കിൾ ഐസ്ക്രീം കൊണ്ടുവന്നത് കണ്ടോ എന്ന് ചോദിച്ചു നിർമ്മൽ. അപ്പം ഞാൻ അങ്കിളിനോട് പറയാനിരിക്കായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിങ്കി അങ്ങ് ഇറങ്ങി വരുന്നതും നിർമ്മലിനെ കാണുന്നതും. നിർമ്മലിനെ കണ്ടപ്പോൾ പിങ്കി ദേ കിടക്കുന്ന തല കറങ്ങി അവളെ. പിങ്കി ഞെട്ടിപ്പോയി. ഒരിക്കലും നിർമ്മലിനെ അവിടെ പിങ്കി പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഐസ്ക്രീം ഇങ്ങ താ അങ്കിളെ എന്ന് പറഞ്ഞ് പിള്ളേരിങ്ങനെ നിർമ്മലുമായിട്ട് കളിക്കുമ്പോൾ നിങ്ങളിൽ ആർക്കാണ് അങ്കിളിനോട് കൂടുതൽ സ്നേഹമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിങ്ങനെ പറയാം. അപ്പോൾ ഇവർ തമ്മിൽ ഇത് പറയുന്നതെല്ലാം പിങ്കി കേൾക്കുക. ആദ്യം ഉമ്മ തരുന്ന ആൾക്ക് ഐസ്ക്രീം കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തരാമെന്ന് ഗൗരി, അപ്പം ഞാനും തരാമെന്ന് നന്ദോട്ടൻ, എങ്കിൽ താ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നിർമ്മൽ ഉമ്മയൊക്കെ മേടിച്ച് കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുക. അപ്പോൾ പിങ്കി ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. പിങ്കിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ പിങ്കി നോക്കുമ്പം ഗൗരിയെയും നന്ദുവിനെയും നമ്മുടെ നിർമ്മൽ സ്നേഹിക്കുന്നു. ഗൗരിയുടെ തലയിലൊക്കെ തലോടിക്കൊണ്ട് നിൽക്കുന്നു നമ്മുടെ നിർമ്മലും. നന്ദ ഇങ്ങനെ ഒന്ന് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ കുട്ടി ഇത് ആരുടെ കുട്ടിയാ? ഇതെങ്ങനെ വന്നു നന്ദയുടെ കൈകളിൽ? നന്ദ ഒരു പക്ഷേ ഈ കുട്ടിയെ ഇനി അഡോപ്റ്റ് ചെയ്തതായിരിക്കോ ഇവർ തമ്മിൽ ചേർന്ന്? അങ്ങനെയൊക്കെ നമ്മുടെ പിങ്കി ചിന്തിക്കുക. പിങ്കി എന്താണോ ചെയ്തത് പിങ്കി അതാണ് അവിടെ ഇരുന്ന് ചിന്തിക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നന്ദ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുക. അന്ന് ഇന്ത്യവരത്തിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങിയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നീറി ഇരിക്കുക. അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് കയറി വന്നു. പിങ്കി കയറി വന്നിട്ട് എനിക്ക് നന്ദയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് നന്ദ ഇങ്ങനെ പിങ്കിയോട്. അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയല്ല സംസാരിക്കാനുള്ളത് എന്ന് പിങ്കി നന്ദയോട് പറയണം. നന്ദ നീ എങ്ങനെയാ നിർമ്മലുമായിട്ട് കണ്ടത് എന്നൊക്കെ പിങ്കി ഇങ്ങനെ ചോദിക്കും നന്ദയോട്. അത് നിന്റെ മകൾ എന്ന് പറയുമ്പോൾ മതി, നിർത്തിക്കോളാൻ പറഞ്ഞു. മിണ്ടരുത്, മതിയാക്കിക്കോളാൻ നന്ദ പിങ്കിയോട് പറയുക. നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധവും ഓർക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ മരിച്ചു എന്ന് കരുതി ജീവിക്കുന്ന ജീവിതമല്ലേ നിങ്ങളുടേത്, അത് അങ്ങനെ തന്നെ അങ്ങ് തുടർന്നാൽ മതി എന്ന് നന്ദ പറയുമ്പോൾ, നന്ദ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞു പിങ്കി. അപ്പോൾ നീ ജീവിച്ചിരിക്കുന്ന അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പിങ്കി നന്ദയോട് പറയുക. നിന്നെക്കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നന്ദ എന്ന് പിങ്കി പറയുമ്പോൾ, പിങ്കി ഞാൻ നിന്നോട് ചോദിച്ചോ എങ്ങനെ ഗൗതമൻ്റെ ഭാര്യയായെന്ന്? ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ എൻ്റെ കാര്യം അന്വേഷിക്കാൻ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം പിന്നെ തിരിച്ച് എന്നോടും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനുള്ള മര്യാദ നീ കാണിക്കണമെന്ന് നന്ദ പറഞ്ഞു. അപ്പം നീ എന്നോട് ചോദിച്ചോ നന്ദ? നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായി തന്നെ ഞാനിവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ, അങ്ങനെ നിന്നോട് ചോദിക്കാൻ ഒരു ചോദ്യവും എനിക്കില്ല പിങ്കി എന്നും പറഞ്ഞ് നന്ദ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക പിങ്കിയോട്. എന്ത് തന്നെ ആയാലും നീ ആഗ്രഹിച്ച കരയ്ക്കാനെ നീ കപ്പൽ അടുപ്പിച്ചല്ലോ, മിടുക്കിയാണെന്നും നന്ദ പിങ്കിയോട് പറയുക.
ദേ നിന്റെ ഭർത്താവിൻ്റെ മുൻഭാര്യ ആയിരുന്നല്ലോ ഞാൻ. പക്ഷേ അതോർത്ത് എന്തായാലും നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരവകാശവാദവും ഉന്നയിച്ച് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അതോർത്ത് പേടിക്കുകയേ വേണ്ട മിസ്സിസ് പ്രിയംവദ ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു. അതും പറഞ്ഞ് നന്ദ ഭയങ്കരമായിട്ട് ആ ഒരു ദേഷ്യത്തിൽ തന്നെ പിങ്കിയുടെ മുന്നിൽ നിൽക്കുക. പിങ്കി ആണെങ്കിലും നന്ദയുടെ കാല് പിടിച്ച് ചെന്നു കേട്ടോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. പക്ഷെ നന്ദ കേൾക്കാൻ കൂട്ടാക്കിയില്ല. നന്ദ അവിടെ നിന്ന് പോയി. പിങ്കി ആകെ നിസ്സഹായമായിട്ട് അവിടെ നിന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയും പോയി. അത് കഴിഞ്ഞ് ഇവരിത് പിന്നെ കാണിക്കുന്നത് ഇന്ത്യവരത്തിലെ ലക്ഷ്മിയും അതുപോലെ തന്നെ മഹേഷിനും കൂടി ഇരിക്കുമ്പോൾ ഫോൺ കോൾ വന്നു, കൊച്ചിൻ്റെ കോള്, അതായത് നന്ദൂട്ടൻ്റെ. അപ്പം നന്ദൂട്ടൻ്റെ കോള് വന്നതേ ഇവരിരുന്ന് കൊച്ചുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും പിങ്കിയും ഫോൺ എടുത്തു. പിങ്കിയും ഫോൺ എടുത്തിട്ട് ഇവരോട് സംസാരിക്കുക. അപ്പോൾ വന്നു കഴിഞ്ഞ് വിളിക്കാൻ സമയം കിട്ടിയില്ല, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ എന്ത് പറ്റി, ഗൗതം എന്തി ഉറക്കുമെന്ന് പറഞ്ഞു. അതെന്ത് ഈ സമയത്തൊക്കെ അവൻ ഉറങ്ങുന്നത്? അത് പിന്നെ ഗൗതത്തിന് ഗുളിക കൊടുത്തതിൻ്റെ സഡേഷനാ, അതിൻ്റെ മയക്കമാണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇവർ വല്ലാതെയായി. ഗുളിക കൊടുത്തതിൻ്റെയോ? അപ്പോഴാണ് കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായത് പിങ്കിക്ക്. ഗുളിക കൊടുക്കേ ഗൗതത്തിന് എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് പിങ്കിക്ക് എന്ത് പറയണമെന്നറിയില്ല. ഇവർ ടെൻഷനായി. നീ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോയപ്പോൾ ഓർത്തതാ ഗൗതമോൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. മഹേട്ട മോളെ നീ പറ, എന്ത് പ്രശ്നമെന്ന് പറയാൻ പറഞ്ഞു. ലക്ഷ്മി കിടന്ന് വെപ്രാളം കൂട്ടുക. അപ്പം നിങ്ങളാരും പാനിക് ആവരുതെന്ന് പറഞ്ഞു പിങ്കി കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞു. അപ്പം മുറിവ് ചെറുതാ മഹ്യമവ, പുറത്തായതുകൊണ്ട് സ്കിൻ വലിഞ്ഞ് നല്ല വേദനയുണ്ടെന്നും അതാ സെഡേഷൻ കൊടുത്തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അല്ല ഹോസ്പിറ്റലിൽ പോലും പോയിട്ടില്ല, ഡോക്ടർ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തതാണെന്ന കാര്യം പറയുമ്പോൾ മോളെ അവിടെ അതിന് നല്ല ഹോസ്പിറ്റൽ വല്ലതും ഉണ്ടോ, നല്ല ഡോക്ടേഴ്സ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പിങ്കി ചോദിച്ചു. അപ്പോൾ ഏത് ഡോക്ടറാണ് നോക്കിയെന്ന് പറഞ്ഞേ? അത് തന്നെ നമ്മുടെ നന്ദുമോനെ ചികിത്സിക്കുന്ന അതേ ഡോക്ടർ തന്നെയാണ്, ലേഡി ഡോക്ടർ. മോൾ ഒരു കാര്യം ചെയ്യാം, ആ ഡോക്ടറുടെ നമ്പർ ഞങ്ങൾക്കൊന്ന് ഞങ്ങളൊന്ന് വിളിച്ച് വിവരം ചോദിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ നമ്പറൊന്നും വാങ്ങിച്ചിട്ടില്ല, അത് പിന്നെ ഗസ്റ്റ് ഹൗസിൻ്റെ മാനേജർ വിളിച്ച് വരുത്തിയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങ് വരാമെന്നൊക്കെ പറഞ്ഞു ലക്ഷ്മി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങ് വരും, അവിടെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞു പിങ്കി മാക്സിമം ഇവരെ ഒഴിവാക്കാനായിട്ട് നോക്കുക കേട്ടോ. ആകെ ടെൻഷനായി, മൊത്തം കയ്യിൽ നിന്ന് പോയി. അതേ ഗൗതം വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിങ്കി ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വല്ലാത്തൊരിതിൽ നിൽക്കുക. അപ്പം അമ്മ എന്തിനാ നുണ പറഞ്ഞേ എന്ന് നന്ദൂട്ടൻ ഇങ്ങനെ ചോദിച്ചു പിങ്കിയോട്. പിങ്കി ആകെ ഉരുകി നിൽക്കുക. എന്തിനാ നുണ പറഞ്ഞു, കൊച്ചിനോട് ഇപ്പം എന്താ പറയാം? എൻ്റെ ദൈവം എന്തൊരു കഷ്ടകാലം ഇത്, എൻ്റെ പൊന്നും മഹിയേട്ട, ഗൗതം മോൻ ശാന്തിപുരത്ത് ചെന്ന് വീണിരിക്കുന്നു, ഇത് എന്താ ഇതെന്നൊക്കെ ചോദിക്കുക ലക്ഷ്മി. ഗൗതം മോന് വേറെ ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ലക്ഷ്മിയും ഭയങ്കര ഇതാവുകയാണ്. അങ്ങനെ ആ ഒരു ഇതിൽ ലക്ഷ്മി അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. പിന്നെ കാണിക്കുന്നത് ഗൗതത്തിനെ കേട്ടോ. ഗൗതം ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുക. അപ്പം നല്ല മയക്കത്തിലാണ് ഗൗതം, ഇങ്ങനെ മയങ്ങി നല്ല മയക്കത്തിൽ കിടക്കുമ്പോഴാണ് നിർമ്മലും നന്ദയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ചാടി അങ്ങ് എഴുന്നേറ്റ് നമ്മുടെ ഗൗതം. അപ്പം നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവനുമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനെന്ന് നന്ദയോട് ഈ ഗൗതം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെന്നാ വിചാരിച്ച ഗൗതം സാർ, ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങളെ ഓർത്ത് ജീവിക്കുമെന്നോ? അപ്പോൾ നീ എന്നെ ചതിച്ചു എന്ന് ഗൗതം നന്ദയോട് പറയുമ്പോൾ നാണാകുന്നില്ലേ നിങ്ങൾക്കത് പറയാൻ എന്ന് നന്ദ ഗൗതത്തിനോട് ചോദിക്കാം. നന്ദയുടെ മധുര പ്രതികാരം ഗൗതത്തിനോട്. ഞാൻ നിങ്ങളെ ചതിച്ചെന്ന്, എനിക്ക് ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ ഞാൻ ജീവിച്ചു. അപ്പോൾ ഗൗതം ഒന്നും വിട്ടിങ്ങനെ നോക്കുക. നിർമ്മലും നല്ല തലയെടുപ്പോട് കൂടി നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അയാളുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുകയും ചെയ്തു എന്ന് നന്ദ പറഞ്ഞു. നിയമം അത് അനുവദിക്കുന്നുണ്ടെന്ന് നിയമപാലകനായ നിങ്ങൾക്കറിയാത്തതാണോ എന്ന് നന്ദ ചോദിച്ചു. അപ്പം ഞാനിത് സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം കിടന്ന് തുള്ളുമ്പോൾ അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം എന്ന് നന്ദ ഗൗതത്തിനോട് ചോദിക്കുക. ഗൗതമാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. നിങ്ങൾക്ക് ചേരുന്നതേ ആ രാക്ഷസി തന്നെയാ പിങ്കി. അപ്പം ഗൗതം ഇങ്ങനെ ഇതൊക്കെ കേട്ടോ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. നമ്മുടെ നിർമ്മൽ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എനിക്ക് ചേരുന്നത് ഇദ്ദേഹമാണ് നിർമ്മൽ. പിന്നെ ഗൗതം ഇങ്ങോട്ട് വരാതിരിക്കാനാണ് നന്ദ ഇതൊക്കെ പറയുന്നത്. നിർമ്മൽ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഗൗതത്തിന് ഭയങ്കര കലിപ്പും. നന്ദ തൻ്റെ പ്രതികാരം മുഴുവൻ ഗൗതത്തിന് മുന്നിൽ വീട്ടുകയാണ് മക്കളെ. നന്ദ പറയുന്ന ഓരോ വാക്കുകളും തുളഞ്ഞു കയറുന്നുണ്ട് ഗൗതത്തിന്. ഉണ്ടക്കണ്ണും വീഴ്ചിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ നന്ദ ഒരൊറ്റ ചിരിയായിരുന്നു. നന്ദി ഒരൊറ്റ ചിരിച്ചപ്പോൾ നിർമ്മലും ചിരിക്കുന്നു. ഗൗതത്തിനൊന്നും മനസ്സിലാകുന്നില്ല. ഗൗതം ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ നിർത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുവാണ് ഗൗതം. അപ്പോൾ ഒന്ന് നിർത്താൻ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ഗൗതം ഇങ്ങനെ പറയുമ്പോഴും നിർമ്മലും നന്ദയും ചിരിച്ചുകൊണ്ടേയിരിക്കുവാണ്. അവർ ഗൗതത്തിനെ നോക്കി ചിരിച്ചുകൊണ്ടേയിരിക്കുവാണ്. അതിനുശേഷം ഒരു തോക്കെടുത്ത് നിർമ്മലിന് നേരെ ഗൗതം വെടിവെക്കുന്നു. അപ്പം നിർമ്മലിൻ്റെ നെഞ്ച് നോക്കി ഗൗതം വെടിവെച്ചു.
അപ്പോഴേക്കും ദേ നമ്മുടെ ഗൗതം അവിടെ വെടിവെച്ചതല്ലേ, ദേ നിർമ്മൽ വെടിയേറ്റ് അവിടെ വീഴുന്നു. നിർമ്മൽ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഓടി ചെല്ലുന്നു. അപ്പം നീ ചാകേണ്ടവനാ, നീ ഇനി ജീവിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ചെന്ന് ഗൗതത്തിന്റെ കഴുത്തിന് കയറി പിടിക്കുന്നു. നീ എൻ്റെ നിർമ്മലിനെ കൊന്നോടാ എന്നും പറഞ്ഞു. അപ്പം നീയും ചാക, മരിക്കടാ നീ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഗൗതത്തിനെ കൊല്ലാൻ നോക്കുക. അപ്പോൾ നീ ജീവിക്കേണ്ടവനല്ല, നീ മരിക്കേണ്ടവനാണെന്ന് പറഞ്ഞു ഗൗതത്തിന്റെ കഴുത്തിനെ പിടിച്ച് ഞെക്കി നന്ദതേ നമ്മുടെ ഗൗതത്തിനെയും കൊല്ലാൻ നോക്കുന്നു. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ്, എന്താണ് ഇതിൻ്റെ ബാക്കി എന്നുള്ളത് നാളെ കാണാൻ കഴിയുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.